ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ സെലേറിയോ എന്ന് പറയുന്ന മോഡൽ വാഹനത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. ഇത് AMT ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. നമ്മൾ ഇതിനു മുമ്പ് AMTയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, AMT യൂണിറ്റ് സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ. അതുപോലെയായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതും. അതായത് ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ് സ്റ്റാർട്ട് ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ആ റൂട്ടിലൂടെ AMT യൂണിറ്റിലോട്ട് എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. AMT യൂണിറ്റ് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മൾ അന്നിട്ട വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമായെന്നുള്ളത് നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു 1,00,000 രൂപ 80,000 രൂപ അത്രയും വിലയുള്ള ഒരു ഐറ്റമാണ് അത്. നമ്മളത് സർവീസ് ചെയ്യാനായിട്ട് പലർക്കും മടിയായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്കത് അങ്ങനെ ഉപകാരപ്പെട്ടെന്ന് അറിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ സെലേറിയോ എന്ന് പറയുന്ന മോഡൽ വാഹനത്തിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമുക്കതിനുവേണ്ടി ആദ്യം തന്നെ ഒന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്കൊന്ന് വാഹനം ക്രാങ്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ക്രാങ്ക് ചെയ്യുകയാണ്, പക്ഷേ നമുക്ക് വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. ഈ വാഹനം AMT വാഹനമാണ്, അതായത് AMT ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ മീറ്ററിൽ നോക്കുമ്പോഴേക്കും ന്യൂട്രലാണ് ഗിയർ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊന്ന് ബ്രേക്ക് ഔട്ടി റിവേഴ്സിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ് ഗിയർ. പക്ഷേ നമുക്ക് ക്ലസ്റ്ററിൽ ന്യൂട്രൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, അതായത് റിവേഴ്സിലോട്ട് ചേഞ്ച് ആവുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊന്ന് ഡ്രൈവ് മോഡിലോട്ട് ഇട്ട് നോക്കാം. അപ്പോഴും ഡ്രൈവ് മോഡിലോട്ട് മാറ്റില്ല. ന്യൂട്രൽ പൊസിഷനിൽ നിന്നും നമുക്ക് ഗിയർ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് AMT മോഡൽ ഗിയർ ബോക്സ് ആണ്, AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇതിൻ്റെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു ആക്ച്വേറ്റർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ഗിയർ സെലക്ഷൻ മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് നിലവിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് വാഹനം സ്റ്റാർട്ടാക്കുവാനും സാധിക്കുന്നില്ല. നമ്മൾ ഒന്നും കൂടി ക്രാങ്ക് ചെയ്ത് കാണിച്ചു തരാം. എൻജിൻ ക്രാങ്കിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വാഹനം സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടതെന്ന് നോക്കാം. ഈ വാഹനത്തിൽ മൊത്തത്തിൽ എലി കയറിയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എലി കയറാതിരിക്കാൻ പുകയിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നതാണ് AMTയുടെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ആവാത്തതെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ സ്കാൻ ടൂൾ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും DTCയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ പരിശോധിച്ച് നോക്കാം. നമ്മൾ സ്കാൻ ടൂൾ കണക്ട് ചെയ്യുമ്പോഴേക്കും TCM യൂണിറ്റിൽ 2 കറണ്ട് കോഡ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ 3 കോഡ് കാണിക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം സെയിം ആണ്. P185C, അതായത് ഹൈഡ്രോളിക് പമ്പ് റിലേ സർക്യൂട്ട്. രണ്ടാമത്തത് P1983 ഇന്റേണൽ കൺട്രോൾ മൊഡ്യൂൾ മോണിറ്ററിംഗ് പ്രൊസസ്സർ ഫെയിലിയർ എന്നുള്ള കോഡാണ്. നമ്മളതിൻ്റെ 185Cയുടെ ഡാറ്റ ഫ്രീസ് ഫ്രെയിം എടുത്ത് നോക്കിയാണ്. അതിൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഫോൾട്ട് ടൈപ്പ് കാണിക്കണത് ഫോൾട്ട് ടൈപ്പ് 05 എന്നുള്ളതാണ്. സാധാരണ 05 വരുമ്പോൾ ഹൈഡ്രോളിക് പമ്പ് മോട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ് വന്നത്. നമുക്കിൻ്റെ ഓയിൽ പ്രഷറും കൂടി നോക്കാം. ഓയിൽ പ്രഷർ 4.1 MPa കാണിക്കുന്നത്. ഒരു 3.8 തൊട്ട് 5.2 വരെ നോർമൽ റീഡിങ് തന്നെയാണ്. നമുക്ക് ബാക്കി ഒന്നും കൂടി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാം. ഓടത് കറണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്കിനി സിസ്റ്റം കണക്ട് ചെയ്തിട്ട് AMT യൂണിറ്റിൻ്റെ ഡാറ്റ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ നോക്കുമ്പോഴേക്കും ഓയിൽ പ്രഷർ 2.6298 ആ റേഞ്ചാണ് കാണിക്കുന്നത്. ഡ്രൈവർ ഡോർ ഇപ്പോൾ ക്ലോസ് ആണ്. ഞാൻ ഡ്രൈവർ ഡോർ ഓൺ ആക്കുമ്പോഴേക്കും ശരിക്കും പ്രഷറൈസ് ചെയ്യണം. ഞാൻ ഡ്രൈവർ ഡോർ ഇപ്പോൾ തുറന്നു.
പക്ഷേ ഓയിൽ പ്രഷറിന് ഇപ്പോഴും മാറ്റമില്ല. പക്ഷെ നമ്മൾ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിക് പമ്പ് ആക്റ്റീവ് എന്നുള്ളത് ഓണാണ്. പക്ഷേ നമുക്ക് പമ്പ് പ്രഷറൈസ് ചെയ്യുന്നില്ല, അതായത് ഓയിൽ പ്രഷറൈസ് ചെയ്യുന്നില്ല. ഞാനിനി ഡോറ് ക്ലോസ് ചെയ്യാനാണ്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും മോട്ടോർ വർക്ക് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടു, പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിനി ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലോട്ട് ഇട്ടുന്നുണ്ട്, ഇപ്പോൾ റിവേഴ്സ് മോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടും ഗിയർ പൊസിഷൻ മാറ്റമില്ല, അത് ന്യൂട്രൽ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. നമുക്കൊന്ന് ഇനി വണ്ടി ക്രാങ്ക് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി ക്രാങ്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എഞ്ചിൻ RPM നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്രാങ്ക് ചെയ്യണത് കാണാം 240, 270 ആ റേഞ്ചൊക്കെ. പക്ഷേ വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. അത് തന്നെ ഓയിൽ പ്രഷർ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ട് നല്ലപോലെ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി നമ്മൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും 12.54 കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും 9 വന്നു. പക്ഷെ നമുക്ക് വണ്ടി ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ നമുക്ക് സ്റ്റാർട്ടാവാത്ത കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ലാസ്റ്റ് പുറത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ചില സമയത്ത് നമുക്ക് വാഹനം സ്റ്റാർട്ടാക്കാൻ സാധിക്കില്ല, അതുപോലെ ന്യൂട്രൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതേ കംപ്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്യൂ. അപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റാർട്ടായി കിടന്നെങ്കിലും വാണിംഗ് ലാമ്പ് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്കാൻ ടൂൾ വെച്ച് നോക്കാം. സ്കാൻ ടൂൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത എല്ലാ കോഡും ഹിസ്റ്ററിയിലോട്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. വാണിംഗ് ലാമ്പ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഗിയർ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇപ്പോൾ റിവേഴ്സിലോട്ട് വീണു. നമുക്ക് ഡ്രൈവ് മോഡിലോട്ട് ഇട്ട് നോക്കാം. ഡ്രൈവ് മോഡ് ഫസ്റ്റ് വണ്ടി, അതായത് ഫസ്റ്റ് ഗിയർ ഡ്രൈവ് മോഡിലോട്ടുള്ള ഇതിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗിയർ വീഴുന്നുണ്ട്, വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടപ്പോഴേക്കും വീണ്ടും നമുക്ക് AMTയുടെ വാണിംഗ് ലാമ്പ് വന്നു. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും ഹൈഡ്രോളിക് പമ്പ് റിലേ സർക്യൂട്ടിൻ്റെ ആ സെയിം കോഡ് കറണ്ടിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ ഓയിൽ പ്രഷർ നോക്കുമ്പോഴേക്കും 0.2296 ആ റേഞ്ചേ കാണിക്കുന്നുള്ളൂ. നേരത്തെ 2 എങ്കിലും കാണിക്കണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. അതുപോലെ ഞാനിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്തിട്ടും പമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ സപ്ലൈ ബോണായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓയിൽ പ്രഷർ ഇപ്പോഴും നേരെ താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ അതിലെ പമ്പ് പ്രഷറൈസ് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. നമുക്കൊന്ന് വാഹനം ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക് ഔട്ടി നമുക്ക് റാങ്ക് ചെയ്യാനാണ്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വാണിംഗ് ലാമ്പൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രഷർ നോക്കുമ്പോഴേക്കും 4 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഗുഡല്ല, നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഗിയറും പ്രോപ്പറായിട്ട് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വാണിംഗ് ലാമ്പ് ഇപ്പോഴും കത്തി കിടക്കുന്നുണ്ട്. ഇനി AMTയുടെ വാണിംഗ് ലാമ്പ് കൂടി കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാൽ വരും. നമുക്ക് പഴയ പോലെ സ്റ്റാർട്ടാവാത്ത കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമുക്ക് വാണിംഗ് ലാമ്പ് വീണ്ടും ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏതാണെങ്കിലും നമ്മൾ കിട്ടിയ കോഡ് വെച്ചുള്ള കംപ്ലൈൻറ്റ് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള റിസൾട്ടാണ് നമുക്ക് എല്ലാം കിട്ടിയത്. അപ്പോൾ നമ്മളിനി AMT യൂണിറ്റിൽ ഹൈഡ്രോളിക് പമ്പ് മോട്ടറിലേക്കുള്ള സപ്ലൈ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് മോട്ടർ, അതിൻ്റെ കപ്ലർ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ആ ഒറ്റ കപ്ലറാണ് വരുന്നുള്ളൂ. ഇതിലേക്ക് വരുന്ന വയറിലോട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് പ്രോബിൽ നമ്മളൊരു മൊട്ടുസൂചി പോലെ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പ്രോബ് നമുക്ക് ബാറ്ററിയിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഈ സൂചി നമ്മുടെ മോട്ടറിലേക്ക് വന്നിരിക്കുന്ന വയറിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ഉള്ളിൽ കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ച് മോട്ടറിലോട്ട് തന്നെ നമ്മുടെ കപ്ലർ കണക്ട് ചെയ്ത് വെച്ചു. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും ഇപ്പോൾ നിലവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പോസിറ്റീവ് പ്രോബ് യാതൊരിടത്തും മുട്ടാത്ത രീതിയിൽ വേണം കണക്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ എല്ലാം സെറ്റ് ചെയ്ത് 12 വോൾട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഡോർ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്തപ്പോഴേക്കും മോട്ടോർ വർക്ക് ചെയ്യുന്നതിനുള്ള സപ്ലൈ വന്നിട്ടുണ്ട്. പക്ഷേ മോട്ടോർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അനക്കവും നമുക്ക് കിട്ടുന്നില്ല. മോട്ടോർ വർക്ക് ചെയ്യണ യാതൊരു ഫീലും കിട്ടുന്നില്ല. അതുപോലെ ക്ലോസ് ആയി. വീണ്ടും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തു. അപ്പോഴും സപ്ലൈ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ ഓയിൽ പ്രഷർ ഒട്ടും തന്നെ കാണിക്കുന്നില്ല. പക്ഷേ ഹൈഡ്രോളിക് പമ്പ് മോട്ടറിൻ്റെ ഔട്ട് സപ്ലൈ ഒക്കെ ആക്റ്റീവാണ്, ഡോർ ഓപ്പൺ ആണ്. പക്ഷെ നമുക്ക് പ്രഷറൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. മോട്ടറിലേക്ക് സപ്ലൈ കിട്ടുന്നുണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഹാമർ വെച്ച് ജസ്റ്റ് മോട്ടറിൻ്റെ മുകളിൽ തട്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നിലവിലിപ്പോൾ സപ്ലൈ വന്ന് കിടക്കുന്നതാണ്, ഡോർ ഓപ്പൺ ആണ്. നമുക്ക് ഇനി ഒന്ന് അതിൻ്റെ ബാക്കിലൊന്ന് മുട്ടിക്കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക. ഇപ്പോൾ 0 ആണ് നിലവിൽ. നമ്മൾ ഇനി അത് അടിക്കുമ്പോഴേക്കും അവിടെ പ്രഷർ ചേഞ്ച് ചെയ്യും. കണ്ടോ, പെട്ടെന്ന് തന്നെ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങി. 4.95 5 വരെയൊക്കെ വന്നു.
അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 അടി കൊടുത്തപ്പോഴേക്കും വർക്ക് ചെയ്യാൻ തുടങ്ങി ഗിയർ, പക്ഷേ വീഴാൻ തുടങ്ങിയിട്ടില്ല അപ്പോഴും. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു കോഡ് കിടപ്പുണ്ട് 1983 എന്ന് പറഞ്ഞൊരു കോഡ് കിടക്കുന്ന കാരണമാണ് അത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ശരിക്കും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വാഹനം ഗിയർ ചേഞ്ച് ചെയ്യാനോ വണ്ടി സ്റ്റാർട്ടാക്കുവാനോ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലയിൻറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൻ്റെ ചെയ്യാനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മോട്ടർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആ മോട്ടറിനാണ് കംപ്ലയിൻറ്റ്, ആ മോട്ടർ മാത്രം മാറിയാൽ മതി. നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ മോട്ടർ കംപ്ലയിൻ്റ് ആണതായിട്ട് കണ്ടിരിക്കുന്നത്. നമ്മൾ നിലവിൽ നോക്കുമ്പോഴേക്കും നമുക്ക് 12 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ വോൾട്ട് കുറയുന്നതായിട്ടും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ആക്കും, ഡ്രൈവർ ഡോർ ഓപ്പൺ ആക്കുമ്പോഴേക്കും ഈ മോട്ടർ വർക്ക് ചെയ്യാൻ സപ്ലൈ പോകും. അപ്പോൾ അങ്ങനെ പ്രോപ്പർ വോൾട്ട് കിട്ടാണ്ട് ഈ മോട്ടർ കംപ്ലയിൻ്റ് ആവുന്നതായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മോട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എംടി യൂണിറ്റ് അഴിക്കണം. അപ്പോൾ എംടി യൂണിറ്റ് അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓയിൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നിലവിൽ കറണ്ടിൽ 2 കോഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോഡുകളെല്ലാം ക്ലിയർ ചെയ്യണം. അതിനുശേഷം നമുക്കിതിൽ ഓയിൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലൂടെ ചെയ്ത് മോട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ഓയിലെല്ലാം നമുക്ക് അതിൻ്റെ മേളിലുള്ള ഓയിൽ ക്യാനിലോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ പ്രൊസീജിയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് നേരെ ബാറ്ററി റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാറ്ററി എല്ലാം ഊരി മാറ്റിയിട്ട് ഇതിൻ്റെ ബാറ്ററി ട്രേയും കണക്ഷൻസും എല്ലാം വിടിയിച്ച് വെക്കണം. അതുപോലെ AMT യൂണിറ്റിൻ്റെ ഈ മൗണ്ടിങ് ബോൾട്ടുകളും ഇതിൻ്റെ കപ്ലറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂണിറ്റ് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാറ്ററി റിമൂവ് ചെയ്ത് മാറ്റി, അതുപോലെ ബാറ്ററി ട്രേ ഒക്കെ നമ്മൾ റിമൂവ് എടുക്കുകയാണ്. നല്ലോണം എലിയുടെ കാഷ്ടകളൊക്കെ ഉണ്ട്. നമ്മൾ ECMൻ്റെ കപ്ലറും അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാമ്പ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മൗണ്ടിങ് പിടിപ്പിച്ചിരിക്കുന്ന ഈ 2 നെറ്റ്, ഒരു ക്ലാമ്പ്, അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് ഉണ്ട്, അതഴിക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ക്ലാമ്പ് ഉണ്ട്, അതിൻ്റെ ക്ലിപ്പ് ഒന്ന് വിടിയിച്ച് വെക്കണം. പിന്നെ ഈ കപ്ലറുണ്ട്, ECMൻ്റെ TCUൻ്റെ ഇവിടെ സെൻസറിൻ്റെ ഒരു കപ്ലർ, ഈ ക്ലച്ച് കേബിളിൻ്റെ ഈ ലിവർ, ഇത്രയും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് അഴിച്ചു തുടങ്ങാം. അപ്പം നമ്മൾ സെൻസറിലോട്ട് പോണ കപ്ലറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ TC യൂണിറ്റിൻ്റെ കപ്ലർ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ ഒരു ക്ലാമ്പ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ബാക്കിൽ നിന്നും ഒരു ക്ലാമ്പ് ഉണ്ട്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി മൗണ്ടിങ്ങിൻ്റെ 2 നെറ്റും ഒരു ബോൾട്ടും നമ്മൾ അഴിക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ അതഴിക്കാം. അപ്പോൾ 2 നെട്ടും അത് അഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലൊരു ക്ലാമ്പ് വരുന്നുണ്ട്, അതിൽ 2 12ൻ്റെ ബോൾട്ട് ഉണ്ട്, അത് നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് താഴത്തു നിന്നാണ് അഴിക്കാൻ പറ്റുള്ളൂ, മേളിൽ നിന്നും അഴിക്കാം, ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും, നോക്കി അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ക്ലാമ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ ക്ലാമ്പ്. ഈ ക്ലാമ്പ് AMT യൂണിറ്റും ഗിയർ ബോക്സുമായിട്ട് 2 12ൻ്റെ ബോൾട്ട് ഇട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഡിസ്കണക്ട് ചെയ്യുക. നമ്മളിത് അഴിക്കാൻ മറന്നുപോയി, ക്ലച്ചിൻ്റെ ലിവർ കേബിളാണ്, അത് നമ്മൾ ഈ ആങ്കർ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണം. അപ്പോൾ നിലവിൽ നമ്മൾ മൗണ്ടിങ്ങിൻ്റെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യൂണിറ്റ് ജസ്റ്റ് വെറുതെ പൊക്കി ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. വളരെ സ്മൂത്തായിട്ട് തന്നെ ദൂരിപ്പോരും, കാര്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മേളിലത്തെ ഉടക്കുകൾ വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ AMT യൂണിറ്റ് ഊരിയെടുത്തു. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ മേളിലത്തെ കണ്ടീഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഒരു കട്ടിങ്ങിൽ ഒരു ഓറിങ് വരും, അതിപ്പോൾ മോട്ടറിൻ്റെ കൂട്ടത്തിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. അത് നമുക്ക് തിരിച്ച് പിടിപ്പിക്കുമ്പോഴേക്കും കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിൻ്റെ മേളിൽ വെച്ചിട്ട് വേണം ഇത് റിപ്പയർ ചെയ്യാൻ. ഇതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡ്, ഇതിൽ വെച്ചിട്ട് വേണം ഇത് പണിയാൻ. നമുക്ക് ഊരിയെടുക്കേണ്ടത് ഈ മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടർ ഊരണതിന് മുമ്പായിട്ട് ഈ ടാങ്കിലുള്ള ഓയിൽ ആദ്യം ഊറ്റി മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ ഈ ബോൾട്ട്, ഇതിൻ്റെ ഈ മോട്ടറിൻ്റെ ബോൾട്ടാണിത്, ഈ ഒരു ബോൾട്ട്, ഈ ബാക്കിൽ ഈ കാണുന്ന 2 ബോൾട്ട്, അതുകൂടാണ്ട് ഈ ബോട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു ബോൾട്ടും കൂടി ഉണ്ട്. അത്ര അഴിച്ചാലാണ് നമുക്ക് ഈ ബോട്ടിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ മോട്ടറിൻ്റെ ഈ 3 ബോൾട്ട് ഉണ്ട്, ഒരെണ്ണം ഉള്ളിലാണ്. അത്ര അഴിച്ചെടുത്താലാണ് നമുക്ക് ആ യൂണിറ്റ് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ മോട്ടർ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പറും അതിൻ്റെ പ്രൈസും 3035 രൂപ അടുത്ത് വിലയുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ്, ഈ മോട്ടർ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് പീസാക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി മോട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ പുതിയ മോട്ടർ യൂണിറ്റ്. ഇതിൻ്റെ ഒപ്പം മോട്ടർ ഉണ്ടാവും, അതിൻ്റെ 3 സ്ക്രൂ ഉണ്ടാവും, അതിൻ്റെ മേളിലൊരു സ്പോഞ്ച് വരുന്നുണ്ട്, ആ സ്പോഞ്ചും ഒരു ജോയിൻ കണക്ടറും ഉണ്ടാവും. അപ്പം നമുക്കിനി ആദ്യം തന്നെ ഇതിൻ്റെ ഓയിൽ ഊറ്റണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട. ക്ലീൻ ചെയ്തിട്ട് മാത്രമേ
നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് എയറൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു സൂപ്പർ ക്ലീനർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് വെച്ച് ഇതിൻ്റെ സൈഡിലും എല്ലായിടത്തും അടിച്ച് നമ്മൾ ഇതിൻ്റെ ഡസ്റ്റുകളെല്ലാം ക്ലിയർ ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളറ് ഒരു ട്രാപ്പ് വരുന്നുണ്ട്. ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലൊരു ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ട്രാപ്പ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്തെടുക്കണം. ഇത് ഗ്രീൻ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ പാടില്ല, ഡാമേജ് വരും, നോക്കി ചെയ്യണം. ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് റൗണ്ട് ഹെഡഡ് ആയിട്ടുള്ളൊരു സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന റൗണ്ട് ഹെഡഡ് ടൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു കട്ടിങ് ഉണ്ട്, അതിലിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ച് നമ്മുടെ ട്രാപ്പ് ഊരി മാറ്റാം. ഈ കാണുന്നതാണ് ഓയിൽ ട്രാപ്പ്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ക്യാൻ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കുപ്പി ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കമത്തിയാണ് നമുക്ക് ഊറ്റാൻ പറ്റുള്ളൂ ഓയിൽ. നമുക്കിത് ജസ്റ്റ് കമത്തി അതിൻ്റെ ഉള്ളിലെ ഓയിലെല്ലാം നമുക്ക് ആ കുപ്പിയിലേക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം ഊറ്റിയിട്ടുണ്ട്, ഇത്രയും കിട്ടി. അപ്പോൾ നമ്മളതിന് മാറ്റി വെക്കാം. നമുക്കിനി ഇതിൻ്റെ ക്യാപ്പ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ അഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇതിൻ്റെ ബോൾട്ട് വരുന്നത് T30 വെച്ചിട്ടാണ് നമ്മൾ അഴിക്കുന്നത്. T30 ഈ സ്ക്രൂ T30 യൂസ് ചെയ്തിട്ടാണ് ഇതിന് ഫ്ലവർ അല്ലെങ്കിൽ അത് വെച്ച് അഴിക്കണം. ഇതാണ് താഴത്തത്. ഇത് നമ്മൾ മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഉള്ള ബോൾട്ട് നമ്മൾ അഴിക്കണതാണ്, സ്ക്രൂ നമ്മൾ അഴിക്കണതാണ് ബോട്ടിലിൻ്റെ. ഇനി ഇതിൻ്റെ മേളിലുള്ള ഈ ഒരു സ്ക്രൂവും ഈ ബാക്കിലുള്ള ഈ 2 സ്ക്രൂവും കൂടി റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്കത് അഴിക്കാം. വലിയ ടൈറ്റൊന്നും ഉണ്ടാവില്ല, നോർമൽ ടോർക്കായിരിക്കും. നമ്മൾ അത് റിമൂവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ 4 ബോൾട്ടാണ് വരുന്നത്, 4 സ്ക്രൂ ആണ് വരുന്നത്. ആ 4 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലുള്ള സ്ക്രൂവിന് മാത്രം ഇത്തിരി പ്രത്യേകതയുണ്ട്, ഇത്തിരി നീളമുള്ളത് ഒരു വാഷറും ഉണ്ടാവും. ഇനി നമുക്ക് ഈ ബോട്ടിൽ മുകളിലോട്ട് പൊക്കി പതിയെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഇതിൻ്റെ താഴത്തോ യൂണിറ്റിൻ്റെ ഉള്ളോട്ട് ഓയിൽ പോകുന്നത്. അത് കാരണമാണ് ഇത് ബോട്ടിൽ ഊരിയെടുത്ത് നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റാത്തത്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ പോയ ഓയിലൊന്ന് എടുക്കുന്നുണ്ട്. ഞാൻ നല്ല വേസ്റ്റ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്, പൊടിയോ ഒന്നും ഇല്ലാതെ നമ്മൾ നോക്കിയാണ് പുറത്തോട്ട് വന്ന ഓയിൽ നമ്മൾ എടുത്ത് മാറ്റിയത്. കാര്യം അതിൻ്റെ ഉള്ളിൽ ഒരു ഓറിങ് വരുന്നുണ്ട്, ഈ ഓറിങ്ങും നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ആദ്യം എടുത്ത പോലെ തന്നെ ആ റൗണ്ട് ഹെഡായിട്ടുള്ള ആ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓറിങ്ങും റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഓറിങ് വരുന്നത് ഈ ബോട്ടിലിൻ്റെ ഈ താഴത്ത് കാണുന്ന ഈ കട്ടിങ്ങിലാണ്. ഇതുപോലെ അവിടെ ഇട്ടിട്ട് വേണം നമുക്ക് തിരിച്ച് കയറ്റാൻ. കാര്യം ഇപ്പോൾ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ അതവിടെ ഇരുന്ന് പോയെന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അവിടെ ടൈറ്റായിട്ടിരിക്കുന്ന ഐറ്റമാണ് ഈ ഓറിങ്. അപ്പോൾ ഈ ഓറിങ് പൊട്ടിക്കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഈ നടുക്കത്തെ ഈ കാണുന്ന ലിവർ ചിലപ്പോൾ ഊരിപ്പോരും, ഒരു പൈപ്പാണ്. അത് വന്നാലും തിരിച്ച് അതുപോലെ തന്നെ കയറ്റി വെച്ചാൽ മതി, കുഴപ്പമില്ല. ഒരു ഫിൽറ്റർ പോലത്തെ ഒരു പൈപ്പാണത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഡസ്റ്റ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഈ ഹോൾ നമുക്കൊരു ക്യാപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. കാര്യം നമ്മൾ ഇനി റിപ്പയർ ചെയ്യുമ്പോൾ ഇതിലോട്ട് ഡസ്റ്റ് പോകും. കാര്യം ഈ സൈഡിലുള്ളതൊന്നും പോയിട്ടില്ല, അത് അതിൻ്റെ ഇടയിൽ ഇരുന്ന കാരണം അതൊന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഈ മോട്ടറിൻ്റെ സൈഡിലൊക്കെ ഒന്നും കൂടി സ്പ്രേ അടിച്ചിട്ട് നമുക്ക് ഈ 3 സ്ക്രൂ അഴിച്ച് ഈ മോട്ടർ റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തത് ഈ 4 സ്ക്രൂ ആണ്. അത് T30 ആണ് അതിൻ്റെ ഫ്ലവർ അല്ലെങ്കിൽ വരുന്നത്. അതിലൊരു സ്ക്രൂ ആണ് ഇത്തിരി വ്യത്യാസമായിട്ടുള്ളത്. അതുപോലെ ഇനി മോട്ടറിൻ്റെ വരുന്നത് T20 ആണ്. അപ്പോൾ നമുക്ക് അത് അഴിക്കുന്നതിന് മുമ്പായിട്ട് മോട്ടറിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ 3 സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂവും റിമൂവ് ചെയ്തിട്ട് നമുക്ക് മോട്ടർ വെളിയിലേക്ക് എടുക്കാം. ഒരെണ്ണത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 സ്ക്രൂവും ലൂസ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കപ്ലർ പിടിക്കാൻ മറന്നുപോയി. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കപ്ലർ വലിച്ച് ചെയ്ത് ജസ്റ്റ് അകത്തിയിട്ട് ഇങ്ങനെ താഴത്തോട്ടാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ കപ്ലറും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഈ സ്ക്രൂ എല്ലാം ഊരി പതിയെ തിക്കി നമ്മുടെ മോട്ടർ പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് ഊരിപ്പോരും. ഓക്കെ, നമ്മളിപ്പോൾ മോട്ടർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഉള്ളൊരു സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റവും ഒരു ബ്ലാക്ക് ഐറ്റം ഇരിപ്പുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന മോട്ടറിലൊരു ബെയറിങ്ങും നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ തിരിച്ച് കയറ്റുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പാക്കിൽ ഈ സ്പോഞ്ചും ഈ നടുക്കത്തെ ജോയിൻറ്റും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ പുതിയ മോട്ടർ എടുക്കാം.
അപ്പോൾ മോട്ടർ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് പുതിയ മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സ്പോഞ്ചും അതിൻ്റെ ജോയിൻറ്റും എല്ലാം AMD യൂണിറ്റിലോട്ട് ആദ്യം വെക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രൂവും പുതിയതാണ്, മോട്ടറിനുള്ള സ്ക്രൂവും നമുക്ക് പുതിയതാണ് വന്നിരിക്കുന്നത്, കിറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ സ്പോഞ്ച് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ പാക്കിൽ വന്നേക്കുന്ന സ്പോഞ്ച് അതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പാക്കിൽ വന്നിരിക്കുന്ന സ്പോഞ്ച് നമ്മൾ അതിലോട്ട് ആദ്യം തന്നെ അതിൻ്റെ ഒരു കട്ടിങ് ഉണ്ട്, ആ കട്ടിങ്ങിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു 3-ാം നമ്പർ എഴുതിയിട്ട് ഒരു കറുത്തൊരു സാധനം, അതൊരു ജോയിൻ്റാണ്. ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റും AMD യൂണിറ്റിൻ്റെ ഉള്ളിലെ ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ജോയിൻ്റാണത്. അപ്പോൾ നമ്മൾ അത് ആദ്യം ഒന്ന് എടുത്ത് റിമൂവ് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം കിറ്റിൽ വന്നിരിക്കുന്ന ആ കണക്ടർ നമ്മൾ അതിലോട്ട് തിരിച്ചു വെക്കും. ഇതെല്ലാം ഒറ്റ കിറ്റിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞതിൽ കണ്ടോ 1-ാം നമ്പറിൻ്റെ ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ടർ ജോയിൻറ്റ് നമ്മൾ മാറ്റി. ഇനി അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ കട്ടിങ് ഈ കാണുന്ന 2 ബോൾട്ടിൻ്റെ ഹോളിൻ്റെ അതേ അലൈനായിട്ട് തന്നെ നമ്മൾ വെക്കണം. അപ്പോൾ നമ്മൾ നടുക്കത്തത് തിരിച്ച് സ്ക്രൂ ഡ്രൈവർ തിരിച്ച് ഒരേ അലൈനാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോട്ടറിന് നടക്കുന്ന ഷാഫ്റ്റിൻ്റെ കട്ടിങ്ങും ഈ മോട്ടറിൻ്റെ 2 ഹോളിൻ്റെ അതേ അലൈനിൽ തന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറ്റുമ്പോഴേക്കും എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മോട്ടർ എടുത്തിട്ട് നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ഒറ്റയടിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഷാർപ്പായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 സ്ക്രൂവും ഇട്ടിട്ട് പതിയെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് കയറ്റാം. കാര്യം എന്താണെന്ന് വെച്ചാൽ 3 സ്ക്രൂവും പുതിയതാണ്. അതുകൂടാതെ ഇതിൻ്റെ നടുക്കൊരു ബെയറിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ലോഡ് ചെയ്ത് കൊടുത്താലാണ് പ്രോപ്പറായിട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡ് ചാടും. അപ്പോൾ നമ്മളിപ്പോൾ പതിയെ ബെയറിങ് അതിൻ്റെ ഉള്ളിലോട്ട് കൊള്ളാൻ വേണ്ടി 3ഉം പതിയെ ടൈറ്റ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 3 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ടോർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 6 ആണ്. 6 ടോർക്ക് വരെ നമുക്ക് ഈ മോട്ടറിന് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാൻ തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ക്യാപ്പ് ഊരി മാറ്റി ആ ഓറിങ് നമ്മുടെ ക്യാനിൻ്റെ താഴത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓയിലും ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ടൈറ്റ് വരാതിരിക്കാൻ. ഇനി നമുക്ക് ആ ക്യാൻ നമ്മുടെ AMD യൂണിറ്റിൻ്റെ ആ ഹോളിലേക്ക് ആ ക്യാനിൻ്റെ ഹോള് പൈപ്പ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നോക്കി കയറ്റണം, ഓറിങ് ഡാമേജ് വരരുത്. അപ്പോൾ നമ്മൾ ഓറിങ്ങിന് യാതൊരു ഡാമേജും വരാത്ത രീതിയിൽ നോക്കി പതിയെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുന്നതാണ്. ഒറ്റ ഇറക്കലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഓറിങ് പൊട്ടും, ഓയിൽ പതിയെ വെളിയിൽ പോയി ലീക്കാവും. ഇപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂകളെല്ലാം ഇട്ട് അവസാനിപ്പിക്കാം. മുകളിൽ 3 സ്ക്രൂവും താഴത്തുകൂടി 1 സ്ക്രൂവുമാണുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ പിടിപ്പിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോർക്ക് കൊടുക്കുന്നത് 10 Nm ആണ്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഈ വരുന്നതാണ് AMD ആക്ച്വേറ്റർ ഓയിൽ. എൻ്റെ പാർട്ട് നമ്പർ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1000 രൂപ അടുത്താണ് വില വരുന്നത്. ഓയിൽ കൊള്ളൂലെങ്കിൽ മാത്രമാണ് നമുക്ക് ഓയിൽ റീപ്ലേസ് ചെയ്താൽ മതി. ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ഓയിൽ മാറ്റാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓയിൽ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. നമുക്കിനി നമ്മൾ റിമൂവ് ചെയ്തെടുത്ത നമ്മുടെ ഓയിൽ ട്രാപ്പ് തിരിച്ച് പഴയതുപോലെ തന്നെ അതിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അതിൻ്റെ അടിയിൽ ഒരു ഓറിങ് വരുന്നുണ്ട്, അതും നോക്കണം. അപ്പോൾ നമ്മളിനി ട്രാപ്പ് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഹോളിലേക്ക് ഇറക്കി വെക്കാം. ഓയിൽ ട്രാപ്പ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ കട്ടിങ്ങിൽ പോയിട്ട് ലോക്ക് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഓയിൽ ട്രാപ്പ് കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യാം. ഇതിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും പോകാൻ പാടില്ല, നീറ്റായിരിക്കണം. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൊരു എയർ ഹോൾ വരുന്നുണ്ട്, അതൊന്നും ബ്ലോക്ക് ആയിട്ടുണ്ടാവരുത്, അതൊക്കെ നോക്കിയേക്കണം. അപ്പോൾ ഇനി നമുക്കിനി ഇതിൻ്റെ മേളത്തെ ക്യാപ്പും കൂടി റബ്ബർ ക്യാപ്പും കൂടി ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാ പരിപാടിയും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്ക്രൂവും എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പിന്നുകുത്തി എടുത്തായിരുന്നു, അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻസുലേഷൻ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ AMD യൂണിറ്റ് തിരിച്ച് വണ്ടിയിലേക്ക് പഴയതുപോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് AMD യൂണിറ്റ് ഊരി എടുത്തപ്പോൾ ഈ ഓറിങ് ഞാൻ ഊരിപ്പോയ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഓറിങ് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു കട്ടിങ് ഉണ്ട്, ആ കട്ടിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് ഇട്ട് വെക്കണം. ഇത് ഡാമേജ് ആവാനൊന്നും പാടില്ല. അപ്പോൾ ഇതേപോലെ ഓറിങ് കറക്റ്റായിട്ട് സെറ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതിനുശേഷം നമുക്കിനി നമ്മുടെ AMDയുടെ യൂണിറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. കറക്റ്റായിട്ട് തന്നെ കയറും, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്കപ്പോൾ AMD യൂണിറ്റ് ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ പതിയെ അതിൻ്റെ ആ കട്ടിങ് നോക്കി ഇറക്കണതാണ്. അതിൻ്റെ കട്ടിങ്ങൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ആ നടുക്കത്തെ ഷാഫ്റ്റ് നമ്മുടെ AMD യൂണിറ്റിലോട്ട് പ്രോപ്പറായിട്ട് കയറണം. അതുപോലെ തന്നെ നമ്മുടെ ബോൾട്ടിൻ്റെ
പൊസിഷനും എല്ലാം ഒരേപോലെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ അത് താഴത്തോട്ട് കയറി ലോക്കായിക്കോളും. പിന്നെ താഴത്തത് ആ ഓറിങ്ങും ചാടി പോകരുത് ഉടക്കി. അപ്പോൾ അതൊന്നും ഞാൻ ചെക്ക് ചെയ്യണതാണ്. ഓറിങ്ങൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ആ ബോൾട്ടൊന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ AMD യൂണിറ്റ് കറക്റ്റായിട്ട് താഴത്തോട്ട് ലോക്കിലോട്ട് പോയി വീണോളും. അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ AMD യൂണിറ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൗണ്ടിങ് ബോൾട്ട്, ആ ഒരു ബോൾട്ടും 2 നെറ്റുമാണ് വരുന്നത്. അതിട്ട് പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലത്തെ ക്ലാമ്പിൻ്റെ ഹോളൊക്കെ അലൈൻ ആയിക്കോളും. അപ്പോൾ നമുക്കിനി മൗണ്ടിങ്ങിൻ്റെ ബോൾട്ടൊക്കെ പിടിപ്പിച്ചിട്ട് ബാക്കി അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം പഴയതുപോലെ ഊരിയതുപോലെ തന്നെ തിരിച്ചെല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ AMD യൂണിറ്റ് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ ക്ലച്ചിൻ്റെ കേബിൾ ലിവറൊക്കെ പിടിപ്പിച്ചു, സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബോൾട്ടുകളും ക്ലാമ്പുകളും ആ ബാക്കിലത്തെ എല്ലാം വെച്ച്. പിന്നെ ഈ കാനിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. കാനിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയായിരുന്നു. അത് നമുക്ക് അതുപോലെ തന്നെ ആ ക്ലാമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പൊക്കിയാണ് അത് ഊരിയെടുക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഇറക്കി അവർ കട്ടിങ്ങിലിട്ട് ഇറക്കി കഴിഞ്ഞാൽ കാനിസ്റ്റർ അവിടെ ഇരുന്നോളും. ഇതും കൂടി മാറ്റിയാൽ നമുക്ക് എളുപ്പമായിരിക്കും AMD യൂണിറ്റ് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാനിസ്റ്റർ യൂണിറ്റും പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ക്ലാമ്പും ബാറ്ററിയും ECM എല്ലാം പഴയതുപോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാം. അപ്പോൾ ക്ലാമ്പെല്ലാം തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ECMൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയും പിടിപ്പിക്കാം. ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ ഇട്ടായിരുന്നു. നമുക്ക് ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഉള്ളതായിട്ടൊന്നും കണ്ടില്ല. നമ്മളതിൻ്റെ റിസൾട്ട് നമുക്ക് ബാറ്ററിയുടെ ഗുഡാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നിലവിൽ യാതൊരു പ്രോബ്ലവും ബാറ്ററിക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ചാർജ് ചെയ്തു, ബാറ്ററി ചാർജ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻജിൻ റൂമിലെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും DTC വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഹിസ്റ്ററിയിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അത് ചെയ്യണം. നമുക്ക് നമ്മൾ ഊരിയെടുത്ത സംഭവങ്ങൾ തിരിച്ച് പ്രോഗ്രാം ചെയ്ത് അതിന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ TCM യൂണിറ്റിൻ്റെ സംഭവം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഓൾ വാല്യൂ ലേണിംഗ് ഇൻസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് നമുക്കത് ചെയ്ത് എല്ലാം പ്രോഗ്രാം ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി സ്റ്റാർട്ടാനുള്ള കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ വാണിംഗ് ലാമ്പും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാണ്. നമ്മുടെ കംപ്ലൈൻറ്റുകളൊക്കെ നിലവിൽ ക്ലിയർ ആയിട്ടുണ്ട്. വാണിംഗ് ലാമ്പൊന്നുമില്ല. അതുപോലെ തന്നെ ഓയിൽ പ്രഷർ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഗിയറെല്ലാം കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു വിഷയമില്ല. നമ്മുടെ പമ്പ് ഓപ്പറേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രഷറിങ്ങും എല്ലാം ഇപ്പോൾ പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഒന്ന് വണ്ടി ഓടിച്ചും കൂടി നോക്കാം. വാഹനം ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നും കൂടി അറിയണം. അപ്പോൾ അത് റൺ ചെയ്ത് നോക്കിയാലാണ് അത് അറിയാൻ പറ്റുള്ളൂ. നിലവിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. എല്ലാ DTCയും ക്ലിയർ ആയിട്ടുണ്ട്. വാണിംഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ക്ലിയറാണ്. നമുക്കിനി 2-3 തവണയും കൂടി ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തന്നേക്കാം. അപ്പോൾ നിലവിൽ അടിക്കണതിന് ഒറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഏതാണെങ്കിലും വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഹൈഡ്രോളിക് പമ്പ് ഓഫ് എന്നുള്ളതാണ് കാണുന്നത്. പ്രഷർ 4.120 ഉണ്ട്. ഗിയർ ചേഞ്ച് ആവണമനുസരിച്ചിട്ട് പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഓയിലിൻ്റെ കാര്യം, ഓയിൽ പ്രഷർ വെച്ചിട്ടാണ് ക്ലച്ച് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും പമ്പ് ഓണാവും. നിങ്ങൾക്ക് താഴത്ത് കാണുന്നുണ്ടാവും നമുക്ക് പമ്പ് ഓണായിട്ടുണ്ട്. മേളിൽ പ്രഷർ 5 പോയിന്റിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ നിലവിൽ പ്രഷറും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. മോട്ടോർ പ്രോപ്പറായിട്ട് തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കംപ്ലൈൻ്റ് ഒക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിങ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതിന് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.